സോ ഇന്ന് നമ്മൾ ഇന്റീരിയർ പ്ലാന്റ്സ് വാങ്ങാൻ പോവാണ്. എന്ത് പറയുന്നു നിന്റെ അഭിഷേക്? തെരുവിളി കിട്ടിയത് മതിയോ കുട്ടി? ചെടി ആരും വാങ്ങലേന്ന് സർപ്രൈസ്. നിലം തുടക്കണം. ഹനുമാൻ കൈനത് കണ്ടിരുന്നെങ്കിൽ ഐ എം വെരി സോറി. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ്. ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ചെടിയുണ്ടോ നോക്കാവുന്നത്. ഇതാണ് നമ്മൾ അവസാനമാകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളെ അനിയത്തിനൊന്നും കൊണ്ടുവരരുത് കിട്ടും. വെള്ളം ഒഴിക്കലൊക്കെ നിങ്ങൾക്ക് പിന്നെ അഖിലും കുഞ്ഞു ചെയ്യും. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് കുറച്ച് കാലമായി. അപ്പം പക്ഷെ നമുക്ക് കുറച്ച് സാധനങ്ങൾക്കൊക്കെ നമ്മൾ മെല്ലെ മെല്ലെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ ഇന്റീരിയർ പ്ലാന്റ്സ് വാങ്ങാൻ പോവാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക്. ബാൽക്കണി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. സോ ഇതാണ് എൻ്റെ ബാൽക്കണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, സോ ബാൽക്കണി സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹാളിൽ ഒരു 2 ചെടി അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യണം. പക്ഷെ അവിടെ പോയിട്ട് എങ്ങനെയാണ് പിന്നെ ഇന്റീരിയർ പ്ലാന്റ്സിന് എത്ര വില ഉണ്ട് നിങ്ങളിങ്ങനെ ആലോചിക്കും. കാരണം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അതെല്ലാം ഞാൻ ആക്ച്വലി ഈ വ്ളോഗിൽ പറയാം. താല്പര്യമുള്ളവർ ഇത് കാണുക. ഓക്കെ, ഞങ്ങൾ ഫ്ലാറ്റ് ഇറങ്ങുകയാണ്. വ്ളോഗിൽ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം ബൈ ബൈ, നമുക്ക് ചെടികളായിട്ട് വരാം. ഹായ്, എന്തൊരു നീ കാണിക്കണത്? നീ പുളി ചെരുപ്പിടുന്നുള്ളത് ഞാൻ കാണിക്കണത്. നിനക്ക് ചെരുപ്പിടാത്ത വേറെ പണിയൊന്നും ഇല്ലേ? ചെരുപ്പിടാണ്ട് വേറെ പണി. എന്ത് പറയുന്നു നിന്റെ അഭിഷേക്? തെരുവിളി കിട്ടിയത് മതിയോ കുട്ടി? അതില് 100 സംശയങ്ങളാണ് വീട്ടിൽ ഇറങ്ങുമ്പോൾ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. എന്ത് പറയുന്നു നിങ്ങൾ? എന്ത് പറയുന്നു? കണ്ട എനിക്ക് എന്റെ കാണാം ഇപ്പൊ. ഓക്കെ, പറ. സേ എനിത്തിങ്. എന്താ ചെടി ആരാ വാങ്ങണെന്ന് പറഞ്ഞേ? ചെടി ആരും വാങ്ങലേന്ന് സർപ്രൈസ്. ഞാനെല്ലാം വാങ്ങണം എന്തായാലും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾക്കും നാളെ വാങ്ങേണ്ടി വന്നാലോ? ആ പാട്ടുപാടി ആ സാധനം എന്താ നിലം തുടക്കണം. ഓക്കെ ഗൈസ്, മറ്റേ ഹനുമാൻ എന്നല്ലേ പേര്? ഹനുമാൻ കൈനത് കണ്ടിരുന്നെങ്കിൽ ഐ എം വെരി സോറി. ഓക്കെ, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ്. അത് ഇവിടുന്ന് ഭയങ്കര വെളിച്ചമുണ്ട്. ബേബി, നമുക്ക് ഈ സാധനം വാങ്ങിയാലോ? ഈ മറ്റേ ഇതാണ് തേക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ സാധനം ഇത്? ഇതെന്തായാലും എന്നെക്കാൾ ഉയരുണ്ട്. അത് വാങ്ങാം, അല്ലെങ്കിൽ ഇത് വാങ്ങാം. ഇതാകുമ്പോൾ കുഞ്ഞിന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആക്ച്വലി ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് കുളത്തിലിടാനുള്ള സാധനം തോന്നുന്നുണ്ട്. അതേ, നമ്മളിവിടെ ഹായ് ചേട്ടാ, നമുക്ക് വീടിനകത്ത് ഫ്ലാറ്റിനകത്ത് കുറച്ച് ചെടി വേണം. ഇവിടുത്തെ ഓക്കെ, നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ചെടിയുണ്ടോ നോക്കാവുന്നത്. നമുക്കിന്ന് ചെടി മേടിച്ചിടാൻ പോകുന്ന ആര്യ പീസാണ്. നമുക്ക് ബാൽക്കണി അത്യാവശ്യം നല്ല വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാതെ നിക്കണ ഈ ചൈന ഡോളൊക്കെ ഇതല്ലേ അതൊക്കെ ഔട്ട്ഡോർ നിന്നോളൂ. അതിന്റെ വലിയ സൈസ് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ അവസാനമാകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബാൽക്കണിക്ക് ഇത് ഊരിപ്പോന്നു ചേട്ടാ, അതല്ല അതൊക്കെ പറഞ്ഞ. ഓക്കെ, ഞാനല്ല. ഇതിന് വലിയ സൈസ് ഉണ്ടാവും. ഈ സൈസ് ഇതിനൊപ്പം പറ്റിയ ചെടി വാങ്ങിയാൽ മതി. എന്താണ് അങ്ങനെ നമ്മൾ ചെടി വെക്കണത്? എന്റെ ഹാളിൽ എന്ത് കളർ വാങ്ങണ്ട? ഹാളിൽ നല്ല പോട്ടലാണ്. യെല്ലോ നന്നായിരിക്കും. ഗ്രേഡൊപ്പം യെല്ലോ
യെല്ലോ പൂവും ഗ്രേഡപ്പം പൂവും. ഗ്രേ ആണോ ഹോള്? ഹോളല്ല മീൻ മോളിലേക്കല്ലേ ക്രീം കളർ അല്ലേ ക്രീം അല്ലേ വോള് വരുന്നത്? സോഫയിൽ നോക്കണ്ട. ഈ ഒരു ബ്രൗണിഷ് ടോൺ ഇതാ ഇത് അത് നല്ല ഇതിനായിട്ട് ഇതും ഇത് ആ സെയിം സൈസ്. ഇതും 1000s ആണ്. പക്ഷെ എനിക്ക് ആ തോന്നുന്നു കുറച്ചും കൂടെ ഇതാണ് കുറച്ചുകൂടി ക്രീമിന്റെ കൂടെ അത് ഫിക്സിങ് ദിസ്. ഓക്കെ ഇതും കൊള്ളാം. ഇതങ്ങനെ വേണ്ട. ഇന്നൊരു തൈ കിട്ടും. എന്താ അവസ്ഥ? ഈ ഒരു സൈസ് എനിക്ക് ലുക്കൊന്നും ഉണ്ടാവില്ല. ബാൽക്കണിയില് 2 ചട്ടി 2 ബീൻ ബാഗ് ഒരു ടേബിൾ കൂടെ ഒക്കെ പറ്റും. ഞാൻ എടുത്ത ബാൽക്കണി ഇതാണെങ്കിൽ നിങ്ങളെ അനിയത്തിനൊന്നും കൊണ്ടുവരരുത് കിട്ടും. ബാൽക്കണിയിൽ എത്ര ചെടിയാന്ന് ബീൻ ബാഗ് ഒരു ടേബിൾ അതൊക്കെ ബീൻ ബാഗ് ഒന്നാക്കാം. ചെടിക്ക് ബീൻ ബാഗ് ഇടണ്ട ചെയർ ഇട്ടാ മതി. ചെറിയ കുട്ടിച്ചെയർ. കുട്ടിച്ചേരുടെ നിലത്തിരിക്കുക. എന്തപ്പത് ഇതൊക്കെ വലുതാവും. എത്ര സമയം എടുക്കും? മന്ത്ലി വൺസ് വളം ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് വലുതാവോ? ഇത് എത്രയാണ് കേട്ടാ? 250. ഇത് മതി. മതി. ഇത് ഭംഗിയുണ്ട്. തെറ്റാണ്. പൂജാപ്പി ഇതിനൊക്കെ ഡെയിലി പൂജാപ്പിന്റെ വെള്ളം നനയ്ക്കൂട്ടാ. ബാൽക്കണി വെക്കാനല്ലേ? ബാൽക്കണി വെക്കാനല്ലേ? ഇത് 250. ഇത് ഇൻഡോറ് പോവില്ല. ബാൽക്കണിക്ക് വെയിൽ വേണം. ഇത് വെയിൽ വേണം. വെയിലും കാറ്റും വെളിച്ചം കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ഇല ഒഴിയും, പിന്നെ ഫംഗസ് വരാൻ തോന്നും. അത് ബാൽക്കണി പോവാം. ഇത് ബാൽക്കണി. ഇത് വേണം. ഇതിനെത്രയാ? ഇത് 250. 250. പക്ഷെ ആദ്യമേ എനിക്ക് കുറച്ച് ഹോളിൽ വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയതാണ്. വേണമെങ്കിൽ രണ്ടര ഒഴിച്ച് അതല്ലേ ഭംഗിയുണ്ടാവുക. അത് കുറച്ച് ഹൈറ്റ് കൂടിയത്. ഇത് അത് 10,000 രൂപ. അതിന് അതിന്റെ ചെറുതല്ലേ നമ്മൾ നോക്കി. അത് വലുതാവണം കുറച്ച്. അല്ല, ഇത് രണ്ടെണ്ണം നമ്മൾ ഒഴിച്ച് വെച്ചു. 200 500 ആവും. കുറച്ച് ഹൈറ്റ് വേണം. ആ, കിട്ടും. അതും പിന്നെ അപ്പോ നമ്മുടെ ഹോളിലേക്കുള്ള നമ്മുടെ ബാൽക്കണിക്കുള്ള 2 ചെടിക്ക് പ്ലാസ്റ്റിക് മതി. White വെള്ളം. pot. ആ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോട്ട്. ഓക്കെ. അതിലേക്ക് ഇത് വെക്കണ്ടേ? ആ ഇതെന്നാ ഡെലിവറി ചെയ്തതാണ്? എത്ര ഡെലിവറി നാളെ എത്തിച്ചു തരാം. ഇന്നിപ്പോ നാളെ എത്തിച്ചേരാന്ന്. ആണോ? ഓക്കെ. സ്ഥലം എവിടെയാ? അവിടെ അപ്പൊ നമ്മുടെ ഫിക്സ് ആയിട്ടാ. നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട് കാക്ടസ് പ്ലാന്റ് കോഫി ടേബിളിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മള് ഏതാണ്ട് ഒരു 4-5 ചെടികളൊക്കെ വാങ്ങി. ആ ചെടികൾക്ക് എത്രയായി ചേട്ടൻ പറയും? ചേട്ടൻ പറയൂ. 5,400 രൂപ ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. പോട്ടും ചെടിയും കൂടി. ആ പോട്ടും ചെടിയും കൂടി. ആ ശരി. നാളെ വരുന്നില്ലേ? ആളിവിടെ ഗാർഡനറായിട്ട് ജോലി എടുക്കാന്നാണ് പറയണത്. അപ്പൊ ബാക്കി ആ ചേട്ടൻ നാളെ ഫ്ലാറ്റിൽ വന്നിട്ട് ഫിക്സ് ചെയ്ത് തരും. ഫിക്സ് ചെയ്യെല്ലാം വെച്ചരും. ബാക്കി പിന്നെ വെള്ളം ഒഴിക്കലൊക്കെ നിങ്ങൾക്ക് പിന്നെ അഖിലും കുഞ്ഞും ചെയ്യും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. ഇതൊരു 10 മിനിറ്റ് വ്ളോഗാണ്. 10 മിനിറ്റ് കളഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഗൈസ്. അപ്പൊ നമ്മൾ ചടി വാങ്ങി. ഒരു ലിഫ്റ്റ് അമർത്താൻ പോലും അറിയാത്ത കുട്ടിയാണോ ഇത്? എങ്ങനെ ഇവര് ചെടിക്ക് വെള്ളം നനയ്ക്കും? അതെ അതെ. ഈ മേജർ ഹൈലൻഡുകാരെ അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞു എന്ന് പറയുന്ന ഈ പൂർണിമ കൃഷ്ണയാണ് എല്ലാ ഫ്ലോറും ഞങ്ങളുടെ കയ്യിലുള്ള ഫ്ലോറും അമർത്തി വെക്കുന്നത്. വെരി ബാഡ്, വെരി ബാഡ്. കുഞ്ഞു എക്സ്പോസ്ഡ്. സ്വഭാവം. 2 ലിഫ്റ്റ് അതൊക്കെ ഞാൻ 4ാം ക്ലാസ് വിട്ടൊക്കെ അതാണ് ഈ പറയണത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ചെടി വാങ്ങി, ചട്ടി വാങ്ങി. ഇനി നാളെ അവരത് ഡെലിവറി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വിഷ്വലും കൂടെ കാണിച്ചിട്ട് ഈ വ്ളോഗ് എൻഡിപ്പിക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കാലത്ത് തന്നെ ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈ 3 ചെടിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബാൽക്കണിക്കുള്ളത് കുഞ്ഞതായിട്ടാണ് വാങ്ങിയത്, കാരണം അത് ഇനി വളർന്നോളൂല്ലോ. ബാക്കി ഹാളിലാണ് വെച്ചത്. പിന്നെ ഒരു ചെറിയ ടേബിൾ പോട്ടും. ഇതിനെല്ലാം കൂടെ നമുക്കൊരു 5,400 രൂപയാണ് ആയത്. പക്ഷേ ഇവർ നമുക്ക് വന്ന് ഡെലിവറി ചെയ്യുന്ന ചാർജും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് പോയത് ഈ ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് തന്നിട്ട് പോയി. നമ്മുടെ ഹാളിൽ ഇതും പിന്നെ ബാൽക്കണിയിൽ നമ്മൾ ഈ 2 ചെടിയാണ്. ആക്ച്വലി ഈ ബാൽക്കണി നമുക്ക് ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.